ഫാഷിസം ഇറ്റലിയിൽ വളർന്നു. നേതാവ് മുസോളിനി, സൈന്യത്തിന്റെ പേര് കരിങ്കുപ്പായ. ഇപ്പോൾ സോഷ്യലിസ്റ്റുകൾ ഉണ്ടാവും അല്ലെ, സോഷ്യലിസ്റ്റുകൾ ഉണ്ടാവും, ഡെമോക്രാറ്റുകൾ, ജനാധിപത്യ വിശ്വാസികൾ ഉണ്ടാവും, കമ്മ്യൂണിസ്റ്റുകൾ. വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല എന്നുള്ളത്. 1917 ആകുമ്പോഴേക്ക് റഷ്യ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നുണ്ട് അല്ലേ. ഈ ഒരു സമയം ഇറ്റലി എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇത് പ്രാചീന റോമ സാമ്രാജ്യത്തിന്റെ മുദ്രയാണ്, മനസ്സിലായില്ലേ. അപ്പം അങ്ങനെയുള്ള മുദ്രകളൊക്കെ ആര് കൊണ്ടുവന്ന് വീണ്ടും മുസോളിനി വീണ്ടും കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാം ലോക മഹായുദ്ധം പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ടോപ്പിക്ക് സാമ്പത്തിക മാന്ദ്യമാണ്, നമുക്ക് പറയാത്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഫാഷിസം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സാമ്പത്തിക മാന്ദ്യം പറയാം. ഓക്കെ അല്ലേ. അപ്പോൾ ഫാഷിസവും നാസിസവും പറയുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് വെക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഫാഷിസം അല്ലേ, ഫാഷിസവും അതേപോലെ തന്നെ നാസിസവും. ഓക്കെ, ഫാഷിസം അതേപോലെ തന്നെ നാസിസം. ഓക്കെ അല്ലേ. ഇനി എവിടെയാണ്, ഏത് രാജ്യത്താണ് ഫാഷിസത്തിൻ്റെ വളർച്ച, ഏത് രാജ്യത്താണ് നാസിസം വളർന്നു വരുന്നത്? ഓക്കെ, ഫാഷിസം വളർന്നത് എവിടെയാണ്, ഇറ്റലിയിലാണെന്നുള്ള എന്ന് മനസ്സിലാക്കി വെക്കുക. നാസിസം ഉണ്ടാകുന്നത് ജർമ്മനിയിലാണ്. എവിടെയാണ്, ജർമ്മനിയിൽ. ഇനി ഇതിൻ്റെ ലീഡേഴ്സ് ആരൊക്കെയാണ്? ഫാഷിസത്തിൻ്റെ ലീഡർ എന്ന് പറയുന്നത് മുസോളിനി, ബെനിറ്റോ മുസോളിനി. ഓക്കെ അല്ലേ, മുസോളിനി എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ, മുസോളിനി. അങ്ങനെയാണെങ്കിൽ നാസിസത്തിന് ഒരു വക്താവുണ്ട്, അത് മറ്റാരുമല്ല, അത് അഡോൾഫ് ഹിറ്റ്ലറാണ്. ഓക്കെ അല്ലേ, ഹിറ്റ്ലർ. ഓക്കെ, ഇനി ഇവരുടെ സൈന്യം അറിയപ്പെടുന്നത് ബ്ലാക്ക് ഷർട്ട്സ്. ഓക്കെ, ഫാഷിസത്തിൻ്റെ സൈന്യം അറിയപ്പെടുന്നത് കറുത്ത കുപ്പായക്കാർ അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ എന്ന പേരിലാണ്. ഓക്കെ അല്ലേ, കരിങ്കുപ്പായക്കാർ. ഓക്കെ അല്ലേ. ഇനി നാസിസത്തിന് ഇതേപോലൊരു ആർമിയുണ്ട്, അതിൻ്റെ പേരാണിതെന്ന് ബ്രൗൺ ഷർട്ട്സ് അല്ലെങ്കിൽ തവിട്ട് കുപ്പായക്കാർ. ഓക്കെ അല്ലേ, തവിട്ട് കുപ്പായക്കാർ എന്നാണ് എന്തിൻ്റെ സൈന്യം അറിയപ്പെടുന്നത്, നാസിസത്തിൻ്റെ സൈന്യം അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ നമ്മൾ പഠിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് മക്കളെ. അതായത് നാസിസത്തിന് അല്ലെങ്കിൽ എന്താ, ആ ഒരു നാസി പാർട്ടിക്ക് ഒരു രഹസ്യ പോലീസ് ഉണ്ടായിരുന്നു. ആ രഹസ്യ പോലീസിൻ്റെ പേരാണ് ഗെസ്റ്റപ്പോ. എന്താണ് ഗെസ്റ്റപ്പോ എന്താണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് പറയുന്നതായിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഗെസ്റ്റപ്പോ എന്നുള്ളത് എന്തിൻ്റെ പോലീസാണ്, ജർമ്മനിയിലെ നാസിസത്തിൻ്റെ രഹസ്യ പോലീസാണിതെന്ന് ഗെസ്റ്റപ്പോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണെന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു ആൾ കൂടിയുണ്ട്. അതായത് ഫാഷിസത്തിനും ഇതേപോലൊരു പോലീസ് ഉണ്ടായിരുന്നു. നിങ്ങൾ പേര് പഠിക്കേണ്ടെന്ന ആവശ്യമില്ല, വെറുതെ മനസ്സിലാക്കി വെക്കുക. ഓവ്ര. ഓക്കെ അല്ലേ, ഓവ്ര. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇത്ര പോലെയുള്ള കാര്യം മനസ്സിലായില്ലേ. ഒരു കാരണവശാലും മാറാൻ വേണ്ടി പാടില്ല. ഫാഷിസം ഇറ്റലിയിൽ വളർന്നു. നേതാവ് മുസോളിനി, സൈന്യത്തിൻ്റെ പേര് കരിങ്കുപ്പായക്കാർ. നാസിസം ജർമ്മനിയിൽ ഉത്ഭവിക്കുന്നു. നേതാവ് ഹിറ്റ്ലർ, തവിട്ട് കുപ്പായക്കാരാണെന്ന് സൈന്യം. ഒരു രഹസ്യ പോലീസ് ഉണ്ട്, അതിൻ്റെ പേരെന്തെന്ന് ഗെസ്റ്റപ്പോ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഒരു കാരണവശാലും മാറാൻ വേണ്ടി പാടില്ല. കാരണം പലപ്പോഴും പല കുട്ടികൾക്കും ഈ ഒരു സാധനം മാറിപ്പോവാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. ഇനി അടുത്തത് ഫാഷിസത്തിൻ്റെ പ്രധാനപ്പെട്ടുള്ള സവിശേഷതകളാണ് പറയാൻ വേണ്ടി പോകുന്നത്. പരീക്ഷയ്ക്ക് പല ആവർത്തി ചോദിച്ചൊരു ചോദ്യമാണ് ഫാഷിസത്തിൻ്റെ സവിശേഷതകൾ. ഒന്നാമത്തേത് ജനാധിപത്യത്തിനോടുള്ള വിരോധം. എന്താണ് ജനാധിപത്യത്തിനോടുള്ള വിരോധം? ഓക്കെ, അടുത്തത് സോഷ്യലിസത്തിനോടുള്ള എതിർപ്പ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം അല്ലേ, നമുക്കറിയാം ഇറ്റലിയിലെ അല്ലെങ്കിൽ എന്താണ് ഫാഷിസത്തിൻ്റെ നേതാവ് എന്ന് പറയുന്ന മുസോളിനി എന്നുള്ള കാര്യം നമുക്കറിയാം അല്ല. ഇദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സോഷ്യലിസ്റ്റ് ആശയത്തിനെ മുറുകെ പിടിച്ച ഒരാളായിരുന്നു. ആര്? ബെനിറ്റോ മുസോളിനി. പക്ഷേ പിന്നീട് അദ്ദേഹം ഒരു ഏകാധിപതി എന്ന രീതിയിലേക്ക് വളർന്നതിന് ശേഷം സോഷ്യലിസ്റ്റിന് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, വെറുക്കാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഫാഷിസത്തിൻ്റെ സവിശേഷതകളിൽ എന്താണ്, സോഷ്യലിസത്തിനോടുള്ള എതിർപ്പാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അടുത്തത് രാഷ്ട്രത്തിനെ മഹത്വവൽക്കരിക്കുക അല്ലേ. ഫാഷിസം വളർന്നു വന്നത് ഇറ്റലിയിലാണെന്ന് അറിയാലോ. അതുകൊണ്ട് തന്നെ ഇറ്റലിനെ മാക്സിമം എന്ത് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇറ്റലി ഭയങ്കര സംഭവമാണ്, ഇറ്റലി ഈ രീതിയിൽ പറഞ്ഞ് ഇറ്റലിനെ മഹത്വവൽക്കരിക്കുക എന്നുള്ള രീതിയിലേക്ക്. അതേപോലെ തന്നെ വംശീയ മഹിമ ഉയർത്തി വെക്കുക അല്ലെങ്കിൽ വംശീയ മഹിമ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത്. എന്താണ് ഈ വംശീയ മഹിമ ഉയർത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ, ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുന്നതാണെങ്കിൽ നമുക്കറിയാം അത് പ്രാചീന റോമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാചീന റോമൻ സംസ്കാരവും അതിലെ രാജാക്കന്മാരും അല്ലെ അങ്ങനെയുള്ള വംശീയമായുള്ള മഹിമ എന്ത് ചെയ്യുക,
ഉയർത്തിപ്പിടിക്കുക. അതാണ് മറ്റൊരു സവിശേഷത. അടുത്തത് യുദ്ധത്തിനെ മഹത്വവൽക്കരിക്കൽ, അല്ലേ? നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതായത് അദ്ദേഹം പറഞ്ഞൊരു കോട്ടുണ്ട്, പുരുഷന് യുദ്ധം എന്നത് സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. അതിലൂടെ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു യുദ്ധത്തിനോടുള്ള കാഴ്ചപ്പാട് നമുക്ക് അതിലൂടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? യുദ്ധത്തിനെ മഹത്വവൽക്കരിക്കൽ. അടുത്തതോ തീവ്രദേശീയത പ്രചരിപ്പിക്കൽ. എന്താണ് തീവ്രദേശീയത എന്നുള്ള കാര്യം നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് ഭൂതകാലത്തിനെ പ്രകീർത്തിക്കൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റലി എന്ന് പറഞ്ഞത് ഏത് സംസ്കാരം പേർന്നതാണ്? അത് പഴയ പ്രാചീന അല്ലേ റോമൻ സംസ്കാരം, അല്ലേ? റോമൻ സംസ്കാരത്തിൻ്റെ ബാക്കിയാണ് ഇറ്റലിയിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഭൂതകാലത്ത് എന്ത് ചെയ്യുക? പ്രകീർത്തിക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ റോമൻ സംസ്കാരം 9ാം ക്ലാസ്സിൽ. ഇപ്പോൾ അതിൽ പെടുന്ന പ്രധാനപ്പെട്ട രാജാക്കന്മാർ ഡയോക്ലീഷ്യൻ, അതേപോലെ തന്നെ നമ്മളുടെ ജസ്റ്റീനിയൻ്റെ നിയമസംഹിത ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭൂതകാലത്ത് എന്ത് ചെയ്യുക? പ്രകീർത്തിക്കുക. അടുത്തതോ കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയതിലൂടെയൊക്കെ എന്ത് ചെയ്യുക? ആശയങ്ങൾ പ്രചരിപ്പിക്കുക. എന്താശയം? ഫാഷിസ്റ്റ് ആശയങ്ങൾ കലയിലൂടെയും സാഹിത്യത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ഒക്കെ എന്ത് ചെയ്യുക? പ്രചരിപ്പിക്കുക. ഓക്കെ. അടുത്തത് സൈനിക സ്വേച്ഛാധിപത്യം. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഫാഷിസത്തിൻ്റെ പ്രധാനപ്പെട്ടുള്ള സൈനിക വിഭാഗം, സൈന്യം എന്ന് പറഞ്ഞത് എന്താണ്? അത് കരിങ്കുപ്പായക്കാർ എന്ന് പറയുന്ന സംഗതിയാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഹെഡാണ് ആര്? മുസോളിനി. അതുകൊണ്ട് തന്നെ സൈനിക സ്വേച്ഛാധിപത്യം. അടുത്തത് രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സോഷ്യലിസ്റ്റുകൾ ഉണ്ടാവും, അല്ലേ? സോഷ്യലിസ്റ്റുകൾ ഉണ്ടാവും, ഡെമോക്രാറ്റുകൾ, ജനാധിപത്യ വിശ്വാസികൾ ഉണ്ടാവും, കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യുക? രാഷ്ട്രീയമായിട്ടുള്ള എതിരാളികളെ ഉന്മൂലനം ചെയ്യുക. ഇതാണ് അടുത്തൊരു സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്ര പോലെ കാര്യങ്ങളാണ് സവിശേഷതയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത് എന്താണ്? മുസോളിനിയും ഫാഷിസവും. അതിൽ എങ്ങനെയാണ് ഈ ഒരു ഫാഷിസം എന്ന് പറഞ്ഞ ആശയം, അല്ലെങ്കിൽ ഫാഷിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഇറ്റലിയിൽ അധികാരത്തിൽ വരുന്നത് എന്നതാണ് പിന്നീട് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ നോക്കിയേ. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? അതായത് 1ാം ലോക യുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണ്? ഫാഷിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിൽ വരാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളതാണ്. ഇത് 3 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ചോദ്യം ഇങ്ങനെ വരിക, ഫാഷിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിലെത്താൻ ഉണ്ടായിട്ടുള്ള സാഹചര്യം എന്ത്? അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റാണ് എന്തെന്ന്? 1ാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല എന്നുള്ളത്. 1ാം ലോക മഹായുദ്ധം ഓർമ്മയില്ലേ? 1914 മുതൽ 18 വരെ. ഓക്കെ അല്ലേ? അതിൽ 2 സഖ്യങ്ങളുണ്ടല്ലോ, ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. ആര് ജയിച്ചു? ഇവരല്ലേ മക്കളെ ജയിച്ചത്. ആരാ തോറ്റത്? ഇവരല്ലേ തോറ്റത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇറ്റലി ജയിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ ജയിച്ചവരുടെ കൂട്ടത്തിൽ ചേർന്നിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. മക്കളെ, ഞാൻ നേരത്തെ 1ാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ കാര്യമുണ്ട്, അല്ലേ? അതായത് റഷ്യ പോയ ഒഴിവിലേക്ക് 1917 ആകുമ്പോഴേക്ക് റഷ്യ എന്ത് ചെയ്യുന്നുണ്ട്? 1ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നുണ്ട്, അല്ലേ? ഈ ഒരു സമയം ഇറ്റലി എന്ത് ചെയ്യുന്നുണ്ട്? നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ 1ാം ലോക മഹായുദ്ധം കഴിയുന്ന സമയത്ത് ജയിച്ച ആൾക്കാരുടെ കൂട്ടത്തിലാണ് ആരുള്ളത്? ഇറ്റലി ഉള്ളത്. ഓക്കെ അല്ലേ? പക്ഷേ ഇംഗ്ലണ്ട്, ഫ്രാൻസ് തുടങ്ങിയുള്ള ഈ രാജ്യങ്ങൾ ഇറ്റലിനെ മൈൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ 1ാം ലോക മഹായുദ്ധത്തിൽ ജയിച്ച ആൾക്കാരുടെ കൂട്ടത്തിലാണ് എന്തുള്ളത്? ഇറ്റലി ഉള്ളത്. പക്ഷേ ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇറ്റലിക്ക് ആരോട് ദേഷ്യമുണ്ട്? ഇംഗ്ലണ്ട്, ഫ്രാൻസ് തുടങ്ങിയുള്ള രാജ്യങ്ങളോട് അടങ്ങാത്ത പകയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇറ്റലിയിൽ ഫാഷിസ്റ്റ് കക്ഷി അധികാരത്തിൽ വരാൻ അതൊരു സാഹചര്യമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? രണ്ടാമത്തേത് യുദ്ധാന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം തുടങ്ങിയവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി. എന്ന് പറഞ്ഞാൽ ഫാഷിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുന്നേ ഇറ്റലിയിൽ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ആ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് വ്യവസായങ്ങൾ തകർന്നു, തൊഴിലില്ലായ്മ ഉണ്ടായി, നികുതി വർദ്ധിച്ചു, പണപ്പെരുപ്പം ഉണ്ടായി. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ഒരു വിശ്വാസം ഉണ്ടാവില്ല, അല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് അവർ പുതിയൊരു നേതാവിനെ കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ആരുടെ വരവ്? മുസോളിനിയുടെ വരവ്. ഓക്കെ അല്ലേ? അപ്പോൾ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം എന്നിവയെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി. അടുത്തെന്താണ്? രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം
ഫാഷിസത്തിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് സമ്പന്നരെ പ്രേരിപ്പിച്ചു. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യലിസത്തിൽ മുതലാളിമാരോ തൊഴിലാളിമാരോ ഒന്നുമില്ല, എല്ലാവരും ഈക്വലാണ്. അതുകൊണ്ട് തന്നെ മുതലാളിമാരെ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു കാര്യമായിരിക്കും എന്തെന്ന്? സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യം സോഷ്യലിസ്റ്റ് ആശയത്തിലേക്ക് അല്ലെങ്കിൽ വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ആരെ? സമ്പന്നരെ ഫാഷിസത്തിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്നാൽ സംശയം ചോദിക്കുക. അതേപോലെ തന്നെ ഇനി അടുത്തെന്താ പറഞ്ഞത്? ഇറ്റലിയിൽ അധികാരത്തിലെത്തിയ മുസോളിനി രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. അല്ലേ? ആക്രമണത്തിൻ്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാഷിസ്റ്റുകൾ സ്വീകരിച്ചത്. സോഷ്യലിസ്റ്റുകൾ തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവരെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. എല്ലാം എന്ത് ചെയ്യുക? ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. മൊത്തം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗം സ്വീകരിച്ചു. പിന്നെയോ സോഷ്യലിസ്റ്റുകൾ തൊഴിലാളി കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ അല്ല ഇവരൊക്കെ എന്ത് ചെയ്തു? രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെയോ ഫാഷിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഓക്കെ അല്ലേ? പിന്നെ പ്രാചീന റോമാ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത് അല്ല എന്താന്ന്? റോമൻ സംസ്കാരം, ആ സംസ്കാരത്തിലെ രാജാക്കന്മാർ അല്ലെ ആ ഒരു വ്യക്തമായ പാരമ്പര്യം പിന്തുടർന്ന ആൾക്കാരാണ് ആര്? ഇറ്റലിക്കാർ. അതുകൊണ്ട് തന്നെ റോമാ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഭാഗമായി പ്രാചീന റോമൻ ഭരണത്തിൻ്റെ പല മുദ്രകളും അദ്ദേഹം സ്വീകരിച്ചു. അല്ലേ? അങ്ങനെയുള്ള ഒരു എംബ്ലമാണ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നിങ്ങളിവിടെ കാണുന്നില്ലേ? എന്താ ഇത്? ഒരു കെട്ട് ദണ്ട് എന്ന് പറഞ്ഞാൽ എന്തെന്ന്? ഒരു കെട്ട് വിറകും അതേപോലെ തന്നെ ഒരു മഴുവും. ഇതെന്താന്ന്? ഇത് പ്രാചീന റോമാ സാമ്രാജ്യത്തിൻ്റെ മുദ്രയാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള മുദ്രകളൊക്കെ ആര് കൊണ്ടുവന്ന്? വീണ്ടും മുസോളിനി വീണ്ടും കൊണ്ടുവന്നു. എടാ മക്കൾ എന്ന് പറഞ്ഞാൽ ഇതെന്താന്ന്? ഇതൊക്കെ മെല്ലെ മെല്ലെ ജനങ്ങളിലേക്ക് ഇങ്ങനെ എന്താന്ന് ഇൻജക്റ്റ് ചെയ്യാണ്. അല്ലേ? നമ്മൾ ഭയങ്കര സംഭവം, നമ്മൾ ഇറ്റലിക്കാർ അല്ലേ, നമ്മളുടെ പാരമ്പര്യം റോമൻ പാരമ്പര്യമാണ് അല്ലേ, നമ്മൾ ഭയങ്കര സംഭവമാണ്, ലോകം ഭരിക്കുന്നത് ആരായിരിക്കണം? നമ്മളായിരിക്കണം. ഈ രീതിയിലുള്ള കാര്യങ്ങൾ മെല്ലെ മെല്ലെ ഇങ്ങനെ എന്താണ് ഇൻജക്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് കൊണ്ടുവന്നു? റോമൻ ഭരണത്തിൻ്റെ പല മുദ്രകളും അദ്ദേഹം കൊണ്ടുവന്നു. പിന്നെയോ ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കരിങ്കുപ്പായക്കാർ എന്ന സൈനിക വിഭാഗത്തിനെ ഉപയോഗിച്ചു. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞു കഴിഞ്ഞ സാധനമാണത്. കരിങ്കുപ്പായക്കാരെ ഉപയോഗിച്ചു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കരിങ്കുപ്പായക്കാരെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തെന്താ പറയുന്നത്? അല്ലേ? കരിങ്കുപ്പായക്കാരെ ഉപയോഗിച്ചു. പിന്നെയോ അക്രമോത്സുകമായിട്ടുള്ള വിദേശ നയം സ്വീകരിച്ച മുസോളിനി എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ചു. പഠിക്കേണ്ട ആവശ്യമില്ല, ഇത്ര പോരെ മാത്രം പഠിച്ചങ്ങ് വെക്കുക. ഓക്കെ അല്ലേ? കരിങ്കുപ്പായക്കാർ എന്ന സൈനിക വിഭാഗത്തിനെ ഉപയോഗിച്ച് എതിരാളികളെ അടിച്ചമർത്തി. ഇത്രയാണ് നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഫാഷിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അതിൽ ഒരു കാരണവശാലും മറക്കാൻ വേണ്ടി പാടില്ലാത്ത സാധനമാണ് ഏത്? ഫാഷിസത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള സവിശേഷതകൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ കരിങ്കുപ്പായക്കാരെ മറക്കാൻ വേണ്ടി പാടില്ല. ഇറ്റലിയിലാണ് എന്ന് മറക്കാൻ വേണ്ടി പാടില്ല. മുസോളിനിയാണ് അതിൻ്റെ ഹെഡ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ തലവൻ എന്ന് മറക്കാൻ വേണ്ടി പാടില്ല. അതേപോലെ തന്നെ ഫാഷിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിൽ വരാനുണ്ടായ സാഹചര്യം, ഒരു 3 കാര്യങ്ങളുണ്ട്. അതും നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ എന്ത് ചെയ്യുക? ഒന്നത് കമൻറ്റിൽ ചോദിക്കുക. നമ്മൾ ഒരു ടോപ്പിക് കൂടി പറയാനുണ്ടല്ലേ? സാമ്പത്തിക മാന്ദ്യം. ആകെ നിങ്ങൾ എന്താണെന്ന് ഒരു 5-6 പോയിൻ്റ് ഇവിടെ പഠിച്ചത് കേട്ടോ. അതായത് 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞു അല്ലേ? 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം 1914 മുതൽ 1918 വരെ അല്ലേ മക്കളെ? ഓക്കെ, അതിൽ നമുക്കറിയാം ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു 1-ാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനങ്ങളാണ്. ആ രാജ്യങ്ങളുടെ പട്ടിക നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജർമ്മനി ആവട്ടെ, ഇറ്റലി ആവട്ടെ, ആസ്ട്രിയ ഹംഗറി ആവട്ടെ, ഇംഗ്ലണ്ട് ആവട്ടെ, ഫ്രാൻസ് ആവട്ടെ, റഷ്യ ആവട്ടെ, ഇതിലൊന്നും പെടാത്ത ഒരാൾ ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അയാളുടെ പേരാണ് അമേരിക്ക. നമുക്ക് എവിടെയും അമേരിക്കൻ്റെ പേര് 1-ാം ലോക മഹായുദ്ധത്തിൽ കാണാൻ വേണ്ടി പറ്റൂല. പക്ഷേ ഈ അമേരിക്ക എന്ത് ചെയ്തിട്ടുണ്ട്? മാക്സിമം ലാഭം ആ ഒരു സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും അവരുടെ ബോംബുകൾ പോലുള്ള അല്ലെ വെപ്പൺസ്, ആയുധങ്ങൾ പോലുള്ള കാര്യങ്ങൾ വിറ്റിട്ടായാലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ പൈസയൊക്കെ ലോണായിട്ട് കടം കൊടുത്തിട്ടായാലും ഒക്കെ ഒരുപാട് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി പ്രാപിച്ചു. അമേരിക്ക ഒരുപാട് സമ്പത്ത് ആ ഒരു സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അമേരിക്കയുടെ ആ ഒരു സാമ്പത്തിക മുന്നേറ്റം അധികകാലം നീണ്ടു നിന്നില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തുണ്ടായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യം
അല്ലേ? ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെടുന്നത് എവിടെയാണ്? അത് അമേരിക്കയിലാണ്. വർഷം പഠിച്ചു വെക്കണം മക്കളെ, 1929. അപ്പോൾ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നത് എവിടെയാണ്? അത് USA യിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഏത് വർഷം? 1929 അത് ഉണ്ടാകുന്നത്. ഇനി അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? അതായത് ആ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണ്? യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെയായി, അല്ലേ? തീർച്ചയായിട്ടും എന്താണ്, ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നു. എങ്ങനെ? ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായിട്ടുള്ള കാലഘട്ടത്തിൽ. പിന്നെയോ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാത്ത ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു സമയത്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമോ? ഇല്ല. ഒന്നാമത് യുദ്ധം നടക്കുകയെന്ന്, അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ്, അത് വിൽക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ ലോകത്തുള്ള ഒരുവിധം രാജ്യങ്ങൾക്കൊക്കെ വന്നു. അത് ആരെയും ബാധിച്ചിട്ടുണ്ട്? അത് അമേരിക്കയെയും ബാധിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ ഇംഗ്ലണ്ട് ആയാലും ഫ്രാൻസ് ആയാലും ജർമ്മനി ആയാലും ഇറ്റലി ആയാലും ആസ്ട്രിയ ഹംഗറി ആയാലും ഈ രാജ്യങ്ങൾക്കെല്ലാവർക്കും അമേരിക്ക എന്ത് കൊടുക്കുന്നുണ്ട്? വായ്പ, ലോണ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ലോണ് ആര് തിരിച്ചടക്കുന്നില്ല? ആ രാജ്യങ്ങളും തന്നെ തിരിച്ച് അടക്കുന്നില്ല. ഉദാഹരണം പറയുന്നതാണെങ്കിൽ, ഇപ്പോൾ അമേരിക്ക പോയിട്ട് ജർമ്മനിയോട് ചോദിക്കുന്നത്, എടാ ജർമ്മനി, ഞാൻ നിനക്ക് മുമ്പ് കുറച്ച് ലോണൊക്കെ തന്നതല്ലേ, അപ്പോൾ ആ ഒരു പൈസ ഇങ്ങോട്ടേക്ക് പലിശ സഹിതം അടച്ചിട്ടുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ജർമ്മനി എന്താ പറയുക? എൻ്റെ കയ്യിലൊന്നുമില്ല, അല്ലേ? കാരണം എന്താണ്? എൻ്റെ കയ്യിലുള്ള കോളനികളാവട്ടെ, എൻ്റെ കയ്യിലുള്ള ഖനികളാവട്ടെ, എൻ്റെ കയ്യിലുള്ള എന്താണ് യുദ്ധ ഉപകരണങ്ങളാവട്ടെ, ഇതൊക്കെ ആര് കൊണ്ടുപോയി? ഇംഗ്ലണ്ടും ഫ്രാൻസും എടുത്തങ്ങ് കൊണ്ടുപോയി. അതുകൊണ്ട് ഞാൻ പാപ്പരാന്ന്, എനിക്കെന്താന്ന് വീണ്ടും, അല്ലേ, വായ്പകൾ തിരിച്ചടക്കാൻ പറ്റാത്തൊരവസ്ഥ ആണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ പറയും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നെടുത്തുള്ള വായ്പകൾ തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. ഓക്കെ അല്ലേ? പിന്നെയോ ബാങ്കുകൾ തകർന്നു. പിന്നെയോ പണപ്പെരുപ്പം വർദ്ധിച്ചു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ എന്ത് ചെയ്തു? രൂക്ഷമായി. ഈ കാരണങ്ങൾ ഒക്കെ കൊണ്ട് തന്നെ 1929 എന്തുണ്ടായി? അല്ലേ? അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. അത് പിന്നീട് ലോകം മുഴുവൻ എന്ത് ചെയ്തു? അതങ്ങ് വ്യാപിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫലങ്ങൾ എന്ത് ചെയ്യുക? നല്ല വൃത്തിക്കങ്ങ് പഠിച്ചു വെക്കുക. എവിടെയാണ് ഉണ്ടാകുന്നത്? USA അല്ലെങ്കിൽ അമേരിക്കയിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഏത് വർഷം? 1929 ഉള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്ര പോലെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? നാസിസം, അല്ലേ, ജർമ്മനിയിലെ നാസി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക. മറ്റ് കുട്ടികൾക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.